മാഹിക്കാരൻ ഒരു വളർത്തുപുത്രനുണ്ട്. മൂപ്പർക്കിപ്പോ വല്ലാത്ത ബേജാറുള്ള സമയ. വളർത്തുപുത്രൻ അത് ഇസ്ലാമിൽ കുഴപ്പമൊന്നുമില്ല. നല്ല നിലക്ക് വളർത്തുകയാണെങ്കിൽ അന്ന നല്ല നിലക്ക് വളർത്തിയില്ല എന്നതാ പ്രശ്നം. ഈ സുന്നത്തി ജമാഅത്തിനെതിരായ മശായിഖന്മാർക്കെതിരായ ആശയത്തിലല്ലേ പേരോട്ടുകാരൻ വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഇളകിയിട്ടൊന്നും കാര്യമില്ല. മൂപ്പര് ക്ലിപ്പിന്റെ ആശാനാ, ക്ലിപ്പ് വീരനാ. എന്നിട്ട് ഓൻ ചോദിക്കാണ്, നമ്മളെ മശായിഖന്മാര് ആ മശായിഖന്മാരെ ഹളറത്തിൽ എരന്ന് വരട്ടെ എന്ന് ചോദിച്ച് ഞങ്ങളെ മശായിഖന്മാർ അവരെ റഹ്മത്തോണ്ട് സമയം കൊടുത്തപ്പോ അവിടെ വന്നിട്ട് വരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സലാമത്താകാൻ വേണ്ടി നോക്കുക. ഇത് തിരിച്ചുപോയ എന്താ വരെ നിലപാട് ഞങ്ങളെ മശായിഖന്മാർക്ക് അറിയാം. ആയതുകൊണ്ട് ഈ കള്ളത്തരം നടക്കൂല, ഈ കബളിപ്പിക്കൽ നടക്കൂല. പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോ കൂരായണ. ഇത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണ് എന്നത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ അവരൊക്കെ വന്നിരിക്കുമ്പോ ഒളി ക്യാമറ അല്ല, പരസ്യമായിട്ട് പറഞ്ഞതാ. ഇതൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. നിലക്ക് നിന്നാൽ നല്ലത്, ശരിയായ വഴിയിൽ നിന്ന് തെറ്റിയാൽ ഇതൊക്കെ പുറത്തു വിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങളെ മശായിഖന്മാർ അതൊക്കെ പിടിച്ച്. മനസ്സിലായോ? അപ്പം ചോദിക്കുകയാണ് എന്തെന്ന്, മശായിഖന്മാര് എന്ന് പറഞ്ഞാല് ഇങ്ങനെ വരുന്ന ആൾക്കാരെ വീഡിയോ ഒക്കെ എടുക്കാനാ? ഈ ചോദിക്കണ ആളാരാ? ഇവനാരാള്? എല്ലാരോടും ഫോൺ ചെയ്ത് എല്ലാരോടും ക്ലിപ്പാക്കും. ക്ലിപ്പാ. എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശാൻ മാത്രമല്ല, അത് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ, കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാകുന്ന രൂപത്തിലുള്ള പച്ചത്തെറികൾ. ഇന്നിപ്പോ ഇങ്ങനെ മൂട് താങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇന്നിങ്ങനെ ചേർന്ന് നിൽക്കാൻ ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെപ്പറ്റിയൊക്കെ വൻ പറഞ്ഞതും അതിനാരാപ്പുറത്തെ കക്ഷി അടിമപ്പെട്ടത് ബന്ധന്നേന്ന്. ഞാൻ എന്നെ എന്നിട്ട് ഓന്റെ ചാരിത്ര ശുദ്ധിയൊക്കെ ഓൻ തന്നെ വ്യക്തമായ ക്ലിപ്പുകളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. എനിക്ക് ബേജാറായില്ലേ, വിഷമായില്ലേ? ഇതൊക്കെ നടത്തുന്ന താങ്കളെങ്ങനെയാണോ ഈ ആദി വൃത്തികെട്ട അഭിസാരികയുടെ സാരോപദേശം നടത്തല്? ഞങ്ങളെ മശായിഖന്മാര് പറഞ്ഞിട്ടാ പിടിച്ചെടുത്ത്. ഈ രഹസ്യമായിട്ട് എല്ലാരൊന്നും പിടിക്കല്ലേ. എന്നിട്ട് മറ്റവനോട് ഇങ്ങനെ പറയാ. എന്നിട്ട് അനക്കെന്തുണ്ടായത്? ഇക്കിങ്ങനൊക്കെ അനക്കോ എത്രട്ടുണ്ടായി? ഉളുപ്പിലടയങ്ങായി. അത് ചോദിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ എന്താ ലീലാവിലാസങ്ങളുടെ വൃത്തികെട്ട, കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാകുന്ന പ്രയോഗങ്ങൾ എന്നിട്ട് പ്രചരിപ്പിക്കുക. എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് ഹാലക, അടങ്ങാശാനെ അടങ്ങ്, മരുന്ന് തന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ ബേജാറായാലോ? അതാ പറഞ്ഞ് അന്റെ ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് പലരും അടുത്തേക്ക് പോകണ്ടല്ലോ. ആ പോക്ക് മശായിഖന്മാരെ മക്കളടുത്തേക്ക് വേണ്ട. ഇപ്പോഴങ്ങൾ കുത്തുബുല്ലാലമിന്റെ മക്കളായത്. പണ്ട് സംവാദത്തിൽ നിങ്ങൾ ആരെ മക്കളാണ് എന്ന് പറഞ്ഞിരുന്നത്? നിങ്ങൾ ഇടക്കിടക്ക് വാപ്പാന മാറുന്നുണ്ടല്ലേ? മനസ്സിലായോ? എന്നിട്ട് ഇവനോട് തലയണ മന്ത്രം നടത്തുക. ഞങ്ങള് വെറുതെ പറയണല്ല, ഇവരെ സംഭാഷണം ഒന്ന് കേട്ടു നോക്ക് നിങ്ങള്. പേരോട് ഉസ്താദിന്റെ അടുത്ത് നമ്മള് പോകുമ്പോ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ ഈ ഒരു പാമ്പിന്റെ മാളത്തില് പിന്നെ അറിയാത്തവൻ കൈയിട്ടാല് കടി കിട്ടും ഉറപ്പാ. പാമ്പിന്റെ മടയിലേക്ക് ഒരുത്തൻ അറിയാത്തൊരുത്തൻ പാമ്പ് പിടിക്കാൻ വേണ്ടി കൈയിട്ടാല് കൈക്ക് കൊത്തു കിട്ടും എന്നുള്ള ഉറപ്പാ. അപ്പൊ ഉസ്താദിന്റെ അടുത്ത് പോകുമ്പോ ഞങ്ങളോട് പറഞ്ഞില്ല ഈ വിഷയത്തില് മറ്റേ സുയൂത്തി ഇമാമിന്റെയും അതുപോലെ തന്നെ കാലികാലങ്ങളെല്ലാം ഇബാറത്തുണ്ട്, നിങ്ങൾ റെഡിയാക്കി വെച്ചിനേനാ ഈ വിഷയത്തിൽ. അല്ല, സെനത് കൊണ്ടാന്നല്ല, അതായത് അതായത് ആധാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എങ്ങനെയായിരിക്കണം, അതിന്റെ ഖുസൂസിയത്ത് എന്താണ്, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങള്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാല് നമ്മളെ മുൻഗാമികളായ ഇമാമിങ്ങളുടെ കയ്യിൽ ഷെയർ മുബാറക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഉണ്ടായതിന് പിന്നെ വ്യക്തമായ രേഖകൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കയ്യിൽ 3 ഉണ്ട് എന്നാണ്, 3 ഷെയർ മുബാറക്ക് ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലുള്ള പിന്നെ ഇമാമിങ്ങളെ കയ്യിലൂടെ വന്ന രേഖകൾ ഉണ്ടാവല്ലോ. അതെ, 100-200 ആളുകളിൽ താഴെ മാത്രമുള്ള ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ്.
ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വോയിസ് അടിസ്ഥാനപ്പെടുത്തി ഒരു പരിപാടി നടത്തിയിട്ട് മൈക്കിൽ എന്താ പറയേണ്ടത്, തൊള്ള കക്കൂസ് തുറന്നു വിടുന്ന ഒരു തൊഴിയൂരുകാരൻ. ഇയാളൊക്കെ ഗതികേട് ആലോചിച്ച് നോക്കിയാണ്. വിഷയദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം. അതായത് ഇപ്പോ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെയും സമുദായങ്ങളെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിച്ച് എന്ത് ചെയ്യുക, ഇവിടെ അത് ഊറ്റിക്കുടിച്ച് ഭരിക്കുക, എന്നിട്ട് ഇവിടെയുള്ള മുതൽ കട്ടുകൊണ്ടുപോവുക എന്നുള്ള പരിപാടി. ഇപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, കേരളത്തിൽ ഇപ്പോൾ AP വിഭാഗമായാലും സമസ്തയായാലും അല്ലെ, AP വിഭാഗത്തെ സംബന്ധിച്ച് ജിഷാനാകുന്ന എനിക്കും സമസ്തയെ സംബന്ധിച്ചും എന്നെ പോലുള്ള പലർക്കും ഒക്കെ പല വിഷയം, സംഘടനാപരമായ ശാഖാപരമായ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ AP വിഭാഗമായാലും സമസ്തയായാലും ജിഷാനായാലും ഏത് കക്ഷി, സുന്നി ബോധമുള്ള എല്ലാ കക്ഷികൾക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ കുരുവട്ടൂർ കള്ളശൈഖും അയാളുടെ ശിങ്കിടികളായ ഈ മൂവർ കോളാമ്പി സംഘവും തനി ഫ്രോഡുകളാണ്. അവർക്ക് ദീനുമായി യാതൊരു ബന്ധവുമില്ല. അവര് നിലനിൽപ്പിന് വേണ്ടി അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്ത് വേണോ? അപ്പോ ഇസ്രായേലിനെ എതിർക്കുന്ന വിഷയത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടാണ്, ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്ന വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് പോലെ, അപ്പൊ ഈ വിഷയത്തിൽ തമ്മിൽ എല്ലാവരും ഒന്ന് തെറ്റിക്കണം. ഇപ്പൊ നോക്കിയേ, ഈ ഗ്രൂപ്പിൽ നോക്കിയേ, ഈ സുഹൈൽ ദാരിമി, അദ്ദേഹം ഒരു സമസ്തക്കാരനാണ്. അതുപോലെ ഷാജഹാൻ, അങ്ങനെ പലരും, ഞാൻ പേരെടുത്ത് ഓരോരുത്തർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഗ്രൂപ്പുള്ളവരും ഗ്രൂപ്പില്ലാത്തവരും AP യും EK യും എല്ലാ ആളുകളും ഈ കുരുവട്ടൂരിസം എന്ന തനി ഫ്രോഡിസം, തനി എന്താ പറയേണ്ടത്, ദീനിൽ നിന്ന് ആളുകളെ അകറ്റുന്ന, എന്നിട്ട് എന്താ പറയുന്നത്, അല്ല രസം. മശായിഖന്മാരുടെ മശായിഖന്മാരുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹത? ഇവിടെ 10-25ഓളം പോസ്റ്റുകൾ മശായിഖന്മാർ, യഥാർത്ഥ അഹ്ലുസുന്നിയുടെ മശായിഖന്മാരിൽ നിന്നുള്ള പോസ്റ്റുകൾ, അവരുടെ മണിമുത്തുകൾ ദീനിനെ സംബന്ധിച്ചും ശറഇനെ സംബന്ധിച്ചും അഖീദയെ സംബന്ധിച്ചും ത്വരീഖത്തിനെ സംബന്ധിച്ചും മശായിഖന്മാരെ സംബന്ധിച്ചും മുരീദന്മാരെ സംബന്ധിച്ചും ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി തങ്ങളെ പോലുള്ള മഹാരഥന്മാർ പറഞ്ഞത് ഇവിടെ പോസ്റ്റ് ചെയ്തു. അത് ഈ പറയുന്നത് പോലെ ഖുർആന്റെ മേലെ ചവിട്ടി നിൽക്കുന്ന ബീരാണ്ടിയെ അംഗീകരിക്കലോ, അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ശറഅ് പൊളിക്കുന്ന ആളുകളെ മശായിഖന്മാരായിട്ട് എഴുന്നള്ളിക്കലോ അല്ലല്ലോ. അപ്പൊ ഇവർക്ക് ദീൻ പൊളിക്കുന്ന ആളുകളെ, ഖുർആന്റെ മുസഫിന്റെ മേലെ ചവിട്ടി നിൽക്കുന്ന ബീരാണ്ടിമാരെ ശൈഖുനമാരാക്കിയിട്ട് ഇവർക്ക് കേരളത്തിലെ ദീന് പൊളിച്ചു കിട്ടണം. അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോ, ഈ കുരുവട്ടൂരിസം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവർ പറയുന്നുണ്ട്, കള്ള ശരീഅത്ത്വാദികൾ, കള്ള ശരീഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ, ഇന്നേ വരെ ഇവർ ഈ കുരുവട്ടൂരി ചന്ത തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവർ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യാജ ത്വരീഖത്തിനെ സംബന്ധിച്ച് സംസാരിച്ചോ? നിങ്ങൾ ആലോചിക്കണം. എടോ തൊഴിയൂരുകാരാ, താനൊക്കെ ആൺകുട്ടിയാണെങ്കിൽ അല്ലാന്ന് താനും തൻ്റെ മൂവർ കോളാമ്പി സംഘവും ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് പറയാൻ വിഷയങ്ങളില്ല, വിഷയദാരിദ്ര്യം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ എന്തെങ്കിലും പിച്ചും പേയും വിളിച്ചു പറയാ. ഇവിടെ ചർച്ചയിലുള്ള വിഷയങ്ങൾ തൊടുന്നില്ല. ഗ്ലോബൽ വില്ലേജിൽ ഇവരുടെ വലിയ ശൈഖുന സ്വന്തം ഭാര്യയെ മുഖവും മുടിയും തലയുടെ ഭാഗങ്ങളും കയ്യിന്റെ ഭാഗങ്ങളും മുൻകൈയും ഒക്കെ കാണിച്ച് അങ്ങാടിയിൽ അന്യപുരുഷന്മാരുടെ കൂടെ മുമ്പിലൂടെ കാലികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇവിടെ തൊഴിയൂരുകാരാ, വെറുതെ തൊള്ള കക്കൂസ് തൊള്ള പൊട്ടിക്കുന്നതിന് പകരം ഇതിനൊക്കെ താൻ ആൺകുട്ടിയാണ് മറുപടി പറ. അല്ലാതെ ജിഷാൻ മാഹി പണ്ട് ഇങ്ങനെ ക്ലിപ്പ് പറഞ്ഞു, അങ്ങനെ എടോ അങ്ങനെ ഞാൻ മോശക്കാരനാണ്, എന്റെ ക്ലിപ്പ് ഏറ്റവും കൂടുതൽ ഓടിയത് നിന്റെ കമ്പനിയാണ്, മോശക്കാരനാണ് നീ. ഇപ്പം ഞാൻ പറയുന്ന ഈ എന്റെ ക്ലിപ്പ് ഓട്ടിയിട്ടാടോ കുരുവട്ടൂരിസം ഇതുവരെ നിങ്ങളെ പരിപാടി ഏറെക്കുറയും അവതരിപ്പിച്ചത്, അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഉളുപ്പില്ലാതെ ഇപ്പം മലർന്നു കിടന്ന് തുപ്പാണ്. എന്താ വിചാരിച്ചത്? ദീന് പൊളിക്കുന്ന ഇത്തരം തോന്നിവാസികളെ നിലക്ക് നിർത്താൻ ഞങ്ങൾക്ക് വാട്സപ്പ് തന്നെ ധാരാളാ. കാരണം ഇവർക്ക് ആള് വലിയ വലിയ ആളുകൾ മറുപടി പറഞ്ഞിട്ട് ഇവർക്ക് വലിയ ആളാവണം. അതിന് ആരും കിട്ടുന്നില്ല. വലിയ
വലിയ വലിയ നേതാക്കന്മാർ, സുന്നി നേതാക്കന്മാരൊന്നും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ വാട്സപ്പിലുള്ള ഈ ചെറിയ ചെറിയ സുന്നി പ്രവർത്തകന്മാരുടെ വോയിസുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആമാശയ മുന്നേറ്റ പരിപാടി നടത്തുകയാണ്. എങ്ങനെയുണ്ട്? എടോ ആൺകുട്ടികൾ അതാ പറയേണ്ടത്. കുരുവട്ടൂരി ഷെയ്ഖ്, വ്യാജ ഷെയ്ഖ് ഔറത്ത് തുറന്നിട്ട് സ്വന്തം പെണ്ണിന് അങ്ങാടി കൊണ്ടുപോയത് അത് പുതിയ ശരീഅത്താണോ അല്ല പുതിയ ത്വരീഖത്താണോ? അതൊക്കെ താൻ തൊള്ള തുറന്നൊന്ന് പറ, അടുത്ത പ്രസംഗത്തിൽ പറ. അല്ലാതെ ഞാൻ എന്ത് പ്രസംഗം, എന്നെ ക്ലിപ്പാക്കാൻ വേണ്ടി 5 മണിക്കൂർ ക്ലിപ്പാക്കാൻ വേണ്ടി ഈ തൊഴിയൂറുകാരൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് അതിൻ്റെ സാധനം കൊടുത്തു വിട്ടത്. പിന്നെ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് കേട്ടോ. സുൽത്താനുൽ ഉലമ എന്ന് പറയുന്ന നിന്റെ കൂട്ടുകാരൻ നൗഷാദ് മൗലവി സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന കാലത്ത് പോലും ഇപ്പൊ ഈ കാന്തപുരം ഉക്രം മുസ്ലിയാർ ഇവർക്ക് പറ്റായിട്ട് ഇപ്പൊ കുറഞ്ഞ കാലമായിട്ടുള്ളൂ. ഇവർ തനി ഫ്രോഡുകളാണെന്നുള്ളതിന് തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ ആവശ്യമെന്ന സമയത്ത് ഞാൻ സമയം പോലെ തരുന്നുണ്ട്. സുൽത്താനുൽ ഉലമ എന്ന് ഈ നൗഷാദ് മൗലവി പറയുന്ന, മൈക്ക് കെട്ടി പറയുന്ന കാലത്ത് തന്നെ അയാൾ ഫോണിൽ കാന്തപുരം ഉക്രം മുസ്ലിയാരെ പറ്റി എന്ത് പറയുന്നു എൻ്റെ അടുത്തുണ്ടോ തൊഴിയൂരുകാരാ? നിന്നെയും നിന്റെ തൊള്ളയെയും പൂട്ടാൻ മാത്രമുള്ള വിഭവങ്ങൾ ഇന്നും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കേട്ടോ. അതിന് മാത്രം നീയും നിന്റെ കൂട്ടാളികളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. മശായിഖ്, എന്ത് മശായിഖടോ? നിങ്ങൾക്ക് എന്ത് ബന്ധമുള്ള മശായിഖന്മാരായിട്ട്? എന്ത് ബന്ധമുള്ളത് നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന തോന്നിവാസികളെ കേരളത്തിലെ സുന്നി സമൂഹം ഏറ്റെടുത്തുകൊണ്ട് മശായിഖന്മാരാക്കണോ? അതിന് വേറെ പണി നോക്കണം. മശായിഖന്മാർ, യഥാർത്ഥ മശായിഖന്മാര് എങ്ങനെ ജീവിക്കണമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെയും സുന്നി സമൂഹത്തെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നീങ്ങുന്നത്. അല്ലാതെ ഈ പറയുന്ന വീരാണ്ടിയെയും കൃഷ്ണനെയും മക്ബറയുടെ ചാരത്തിരിക്കുന്ന ഏതോ പിന്നെ മുശിരിക്കിനെയും ഔലിയാക്കന്മാരുടെ ദറജയിലേക്ക് ഉയർത്തുന്ന കുരുവട്ടൂരി ത്വരീഖത്തല്ല മുൻഗാമികൾ പഠിപ്പിച്ചതെന്ന് ഓർക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ പണ്ട് അങ്ങനെ ക്ലിപ്പാക്കി, പണ്ട് ഇങ്ങനെ ക്ലിപ്പാക്കി, ആയിക്കോട്ടെ, എനിക്കെന്താ? അതിന് തൊഴിയൂരുകാരൻ എന്താ വിഷയം? ഇന്നേ വരെ ഞാൻ എൻ്റെ ഒരൊറ്റ ഈ പറയുന്ന രൂപത്തിലുള്ള ഒറ്റ എൻ്റെ വോയിസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ സാന്ദർഭികമായി ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്ന കാര്യം ആരെങ്കിലും എടുത്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിന് ഞാനോ ഉത്തരവാദി? അതിന് ഞാനാണോ ഉത്തരവാദി? എന്നിട്ട് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ മൈക്ക് കെട്ടി തൊള്ള തുറന്ന് തൊള്ള പൂട്ടി കക്കൂസ് പൊട്ടിച്ചിട്ട് ഇവൻ വലിയ ശുചായിയായിട്ട് ഇപ്പൊ നടക്കുകയാണ്. അതുകൊണ്ട് ഓരോന്നോരോന്ന് നമുക്ക് സംസാരിക്കാം. താൻ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഇതിന് ആദ്യം നിങ്ങളെ ഗ്ലോബൽ ഇപ്പൊ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ പറയേണ്ടത്? ഈ ഓരോരോ കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കേണ്ടത് തൊഴിയൂരുകാരാ. അല്ലാതെ 13 കൊല്ലം മുമ്പ് നടന്ന യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്ത ക്ലിപ്പിനെ സംബന്ധിച്ചല്ലല്ലോ ഇപ്പൊ ചർച്ച. ഇപ്പൊ അന്റെ ഷെയ്ഖ് എന്ന് പറയുന്ന ഈ പറയുന്ന കുരുവട്ടൂരെ വ്യാജ ഷെയ്ഖ് സ്വന്തം കെട്ടിയോൾ ഔറത്തും തുറന്നിട്ട് അങ്ങാടിയിലൂടെ കാലിച്ചന്തയിലൂടെ കാലികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയത് ശരീഅത്തിന്റെ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? അത് താൻ തൊള്ള തുറന്ന അടുത്ത പരിപാടിയിൽ തന്നെയുള്ള പരിപാടി. അല്ലമീൻ സുന്നി വോയിസിന് മറുപടി പറയലാവട്ടെ. ഇനി നിന്റെയും കൂട്ടരുടെയും ആമാശയ മുന്നേറ്റ പരിപാടിയുടെ അടുത്ത ഐറ്റം നമുക്കിവിടെ കാണാം. എന്നിവിടെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്, ഞമ്മക്ക് ആ ഉപ്മാവും വേണ്ട, നഴ്സറിയും വേണ്ട. മറുപടി പറഞ്ഞേക്ക്. നമ്മളെ സംരക്ഷിക്കാൻ, പ്രൊട്ടക്ഷൻ നൽകാൻ ഞമ്മക്ക് ഒരു ഹാഫിളിന്റെയും ആവശ്യമില്ല. ഞമ്മക്ക് ഹാഫിളായിട്ട് അള്ളന്നുണ്ട്. ഒരു സംരക്ഷണം ഉണ്ടായില്ലേ? എങ്ങനെയുണ്ട്? അടിച്ചണ്ട് കൊല്ലണം. ഈ കാലഘട്ടത്തിൽ കള്ളത്തരീക്കത്തുകാര് വളരെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്നാൽ മുമ്പത്തെക്കാളേറെ വഹാബികളുടെ കൂടെ കൂടി സുന്നത്ത് ജമാഅത്തിനെ അവഹേളിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നത്. ഈ സന്ദർഭത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഉസ്താദ് എന്താണ് പറയാനുള്ളത്? ഇന്ന് നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ നേതാക്കൾ, പണ്ഡിതന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ തീക്ഷ്ണമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചവരാണ്
നമ്മുടെ മുൻഗാമികൾ. അവർ എല്ലാ വിദഗ്ധക്കാരും പരസ്പരം അവർ മാനസികമായി യോജിച്ച് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പഴയകാലം മുതലേ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ പണ്ട് വിദഗ്ധകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. വ്യാജ തരീഖത്തുകൾ ആണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് വന്ന ബിദഅത്ത്. നിങ്ങൾക്ക് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര പുസ്തകം വെളിയങ്കോട് മഹല്ല് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ നീണ്ട പദ്യങ്ങളടക്കം കാണാം കുണ്ടോട്ടി തരീഖത്തിനെതിരെ നടത്തിയ പടയോട്ടം. അതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ കോഴിക്കോട് ജിഫ്രി തങ്ങൾ, അതുപോലെ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മമ്പ്രം തങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ ഔലിയാക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളുമായ വലിയ വലിയ മഹാന്മാർ അന്ന് അവർ വലിയ പട്ടിക തന്നെ, പണ്ഡിതന്മാർ വലിയ പട്ടിക തന്നെ. അതിൽ നാദാപുരം അഹമ്മദ് മുസ്ലിയാർ എന്നൊരു പേര് കാണാം. അത് മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ചായിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് കേരളത്തിലെ അന്നുള്ള തലയെടുപ്പ് മുഴുവൻ പണ്ഡിതന്മാർ, വൈദുല്യം തർജ്ജമ എഴുതിയ ബുഖാറയിലെ സയ്യിദന്മാർ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ആലിമീങ്ങളെല്ലാവരും ഈ വ്യാജ തരീഖത്തുകൾക്കെതിരെ ശക്തിയായി പോരാടിയവരാണ് പഴയ കാലത്ത് കേരളത്തിൽ തന്നെ. ശേഷം അതേ പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, മുജാഹിദുകൾ വന്നപ്പോഴാണ് ആ തരീഖത്തുകാർ അവരുടെ ആശയങ്ങളുമായുള്ള സംവാദങ്ങൾ കുറഞ്ഞു പോയത് എന്ന് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുജാഹിദുകൾ വന്നപ്പോൾ നമ്മളെ ഉലമാക്കൾ ഒന്നുകൂടി സജീവമായി, നമ്മളെ സംഘടന സജീവമായി വന്നപ്പോൾ ഈ വ്യാജ തരീഖത്തിനെയും അതേപോലെ മുജാഹിദ് ആശയത്തെയും രണ്ടിനെയും ഒന്നിച്ച് അവർ ശക്തമായി നേരിട്ടു. അങ്ങനെയാണ് കൊരൂർ, കോറ്റൂർ എന്നെല്ലാം പറഞ്ഞ തരീഖത്തുകൾക്കെതിരെ സമസ്തകളുടെ ജമിയത്തിലുമൊക്കെ പഴയ കാലത്ത് തീരുമാനങ്ങളെടുത്തു. അതിന്നും ഇങ്ങനെ ഓരോ സമയത്തും പുതിയ ഇങ്ങനെ മുളച്ചു വരും. അതതിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ എന്താണ് ഈങ്ങമുള്ളു എന്ന് തന്നെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ എത്ര പൊളിച്ചു മാറ്റിയാലും പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് മുളച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ പിന്നെയും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണം. അതതിൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു പേരിൽ വേറൊരു പേരിൽ അങ്ങനെ മാറി ഇങ്ങനെ വരും. അപ്പം അതുകൊണ്ട് വ്യാജ തരീഖത്തുകൾക്കെതിരെ ശക്തമായി പോരാടിയ മഹാന്മാരൊക്കെ ശരിയായ തരീഖത്തുകാരാണ്. മമ്പറന്നങ്ങളിരുന്ന് ഖാദിരിയ തരീഖത്തിൻ്റെ ഇജാസത്ത് വാങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അതുപോലെ മമ്മിക്കുട്ടി ഖാദി അവറുകളിൽ നിന്നും തരീഖത്ത് ഇജാസത്ത് വാങ്ങിയ ആളാണ്. അപ്പം ശരിയായ തരീഖത്തിൻ്റെ ഇജാസത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ശക്തമായി വ്യാജ തരീഖത്തുകളെ എതിർത്തത് അത് വിദേഹത്തായതുകൊണ്ടാണ്, അത് ദീനിനെ നശിപ്പിക്കുന്ന സാധനമായതുകൊണ്ടാണ്. അത് ഇന്നും അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു വ്യാജ തരീഖത്തിനെതിരെ ഒരു വിഷയം പറഞ്ഞാൽ അത് മെല്ലെ അതിൻ്റെ ഒരു ക്ലിപ്പ് മുറിച്ചിട്ട് ഇവർ മുജാഹിദിന് കൈമാറും. എന്നിട്ട് മുജാഹിദുകൾ സുന്നികളെ പറ്റിക്കാൻ വേണ്ടി അവർ പറയും, ആ മുസ്ലിയാർ ഇപ്പം ഞങ്ങളോട് കൂടി എന്ന് പറയും. അപ്പോൾ ഈ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ കൺഫ്യൂഷനാവും. ആകെ ഈ മൂല്യാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ദുർബലന്മാരായ ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വരും. ഇത് അവരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട, കൂട്ടായ്മയുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട ചില ഏർപ്പാടുകളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാ, അവരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തിയതും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുത്തതും സുന്നത്ത് ജമാഅത്തിൽ ആവേശമുള്ള നല്ല ടീമിനെ വളർത്തിയെടുത്തതും ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതൊക്കെ വഞ്ചനയും ചതിയുമാണ് എന്ന് മനസ്സിലാക്കി അവർ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗത്ത് കിടക്കാൻ അല്ലാഹു തആല പലർക്കും പല വഴിയാണ് കൊടുത്തത്. ആ വഴിയിൽപ്പെട്ട ഒന്നാണ് ആലിമീങ്ങൾക്ക് ഒരുപാട് ആരോപണങ്ങൾ കേട്ടുകൊണ്ടും ഒരുപാട് കുറ്റം പറയുന്നവരുണ്ടായിട്ടും ഒരുപാട് ചീത്ത വിളിക്കുന്നവരുണ്ടായിട്ടും അങ്ങനെ അതിൽ ക്ഷമിച്ച് നിന്ന് അള്ളാഹിൻ്റെ ദീന് പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല സ്വർഗം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആളുകളുണ്ടാവും. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് മഹാനവറുകളെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു എന്ന് ചില ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ
ഒരുപാട് മഹാന്മാരെ അങ്ങനെ കൊന്നുകളഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ അവർക്ക് അള്ളാഹു തആല ഷഹീദിൻ്റെ കൂലി കൊടുക്കാൻ വേണ്ടി, നേരത്തെ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഷഹാദത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല കൊടുക്കുന്നതാണ്. വലിയ പ്രതിഫലം കൊടുത്ത് അവരെ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവരെ സ്വർഗത്തിലെത്തിക്കാൻ അള്ളാഹു തആല വെച്ച ചില മാർഗ്ഗങ്ങളായിരിക്കും. അത് ക്ഷമിച്ചു നിന്ന് നമ്മളെ ഡ്യൂട്ടിയും നിർവഹിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മളതിൽ സ്വീകരിക്കേണ്ട നിലപാട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.